ആ വീണേ, ഞാനേ കുറച്ച് കഴിയൂട്ടോ അവിടെ എത്താനായിട്ട്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്താൽ എന്താ സാധനം ആകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിട്ടോ. ആ വാട്സപ്പ് ചെയ്താ ഇന്നലെ അയച്ച മെസ്സേജില് അതേതാ ഒരു പെണ്ണിന്റെ ചിരി? മഞ്ജു ആയിരിക്കോ? അതോ ധന്യോ? ഒന്നുകൂടെ കേട്ടോ. ആ വീണേ, ഞാനേ കുറച്ച് കഴിയൂട്ടോ അവിടെ എത്താനായിട്ട്. അപ്പൊ വാട്സപ്പ് ചെയ്താൽ മതിട്ടോ. ആ വാട്സപ്പ് ചെയ്താ ധന്യെന്ന് വിളിച്ചോളാം. ഹലോ, ധന്യല്ലേ? ആ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നീ വെറുതെ ഒന്ന് ചിരിച്ച. അല്ല, ചുമ്മാ നിന്റെ ചിരി കേട്ടിട്ട് കുറെ നാളായല്ലോ. ഇപ്പൊ വിളിക്കേ. അവളല്ല, മഞ്ജുരിന്ന് വിളിച്ചോ. ഹലോ മഞ്ജു, എത്ര ദിവസമായി നിന്റെ ശബ്ദം കേട്ടിട്ട്. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുള്ളതല്ലേ, ഇപ്പൊ ഒന്നും വിളിക്കുന്നില്ലല്ലോ. പക്ഷെ നിന്റെ ചിരി കേട്ടിട്ട് എത്ര ദിവസമായി. നീ ഒന്ന് ചിരിച്ചേ. അങ്ങനെ കൊള്ളാം കൊള്ളാം. ഷോ, എന്റെ ദൈവമേ, ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കുന്നുണ്ട്. ഇപ്പൊ വിളിക്കാം. മഞ്ജു അല്ല, പിന്നെ അതാര്? ഒന്നും കൂടി കേട്ടു നോക്കിയാലോ. അതാരാണ് ആ ചിരിച്ചതെന്നൊന്നും അറിയണല്ലോ. അതൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിട്ടോ. ആ വാട്സപ്പ് ചെയ്താ അവളൊരു കുക്കു. സിനിയാണോ? സിനി, അവള് തന്നെ. ആഹാ, ഹലോ സിനി, തിരക്കിലാ? സിനി സിനി സിനി, ഒരു മിനിറ്റ്, വെക്കല്ലേ. പിന്നെ ഒന്ന് ചിരിച്ചിട്ട് വെച്ചോ. നിന്റെ ചിരി കേട്ടിട്ട് എത്ര നാളായി. ഒന്ന് ചിരിക്കൂ പ്ലീസ്. ചിരിക്കാനും സമയമില്ലേ? അവള് തന്നെ ആയിരിക്കും. എന്താ സുത്തേട്ടാ, ചായയാണോ കാപ്പിയാണോ വേണ്ടത്? ചായയും കാപ്പിയൊന്നും തൽക്കാലം വേണ്ട. ഇപ്പൊ നാട്ടുകാരെ മൊത്തം ചിരിപ്പിച്ചോണ്ടിരിക്കല്ലേ. കുറെ ആൾക്കാരെ ചിരിപ്പിച്ചു കഴിഞ്ഞോ? ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേട്ട ചിരി ഉണ്ടല്ലോ, അതൊരു പെണ്ണിന്റെ അടുത്തിരുന്നിട്ട് ചിരിച്ചൊന്നും അല്ല. പിന്നെ അതായത് ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എനിക്ക് വോയിസ് ചാറ്റ് ചെയ്യായിരുന്നു. ആ വീണേ, ഞാൻ കുറച്ച് കഴിയൂട്ടോ അവിടെ എത്താൻ. ഈ ഒരു കാര്യം ചെയ്താൽ മതി. എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ ഈ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി. ഇവിടെ ചങ്ങായി ഒരാളിവിടെ പിന്നെ വോയിസ് ക്ലിപ്പ് അയക്കുമ്പോ എന്റെ വീഡിയോ കാണാൻ ഇവിടെ എനിക്ക് ഇവിടെ ഒന്ന് വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് അയക്കണമെങ്കിൽ വേറെ അങ്ങോട്ടൊക്കെ മാറി ഇരുന്നാ പോരെ? ആണോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് പെണ്ണ് കുത്തിരുന്ന് ചിരിച്ചല്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും, എന്നിട്ടൊരു ചായ എടുക്ക്. ഇത് ഞാൻ വിശ്വസിക്കണേ? എനിക്ക് തോന്നുന്നില്ല. സത്യമായിരിക്കോ? അങ്ങനെ വിശ്വസിക്കരുതെന്നാണ് ചെറിയമ്മ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരൊറ്റ ആണുങ്ങളിൽ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഒന്നും കൂടി അന്വേഷിക്കണം.